കൊരട്ടിയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷന് ഒരു ചരിത്രമുണ്ട്. വളരെ പ്രശസ്തമായ കൊരട്ടിമുത്തിയുടെ കൊരട്ടിപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ കൊരട്ടിയങ്ങാടി റെയിൽവേ സ്റ്റേഷന് അടുത്താണ്. 1381 കാലഘട്ടങ്ങളിൽ അന്നത്തെ കാലത്ത് റെയിൽവേ ട്രാക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ ട്രെയിനുകളൊന്നും നിർത്തിയിരുന്നില്ല. എന്നാൽ കൊരട്ടിമുത്തിയുടെ തിരുനാൾ ദിനത്തിൽ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് പോകുവാനായി ട്രെയിൻ നിർത്താതെ വന്നപ്പോൾ കൊരട്ടിമുത്തി അമ്മയുടെയും കുഞ്ഞിൻ്റെയും രൂപത്തിൽ ചെല്ലുകയും അവിടെ നിർത്തിയിടുകയും തൻ്റെ ഭക്തജനങ്ങൾ അതിൽ കയറിയതിന് ശേഷം മാത്രമാണ് ആ ട്രെയിൻ അവിടുന്ന് വണ്ടി ഓണായി പോകുവാൻ സാധിച്ചത്. ഇതിനു മുന്നേ വണ്ടി ആ അമ്മയും കുഞ്ഞും വന്നതിന് ശേഷം ആ വണ്ടി അവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കാതെ വന്നു. തൻ്റെ ഭക്തജനങ്ങൾ ട്രെയിനിൽ കയറിയതിന് ശേഷം മാത്രമാണ് അമ്മയും കുഞ്ഞും അവിടുന്ന് മാറുകയും ട്രെയിൻ സ്റ്റാർട്ടായി പോവുകയും ചെയ്തത്. ഇതൊരു ചരിത്രമാണ്, ഐതിഹ്യമാണ്. അതിനുശേഷമാണ് നമ്മുടെ ഇപ്പോൾ കാണുന്ന കൊരട്ടിയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ വന്നത്. അതിനുശേഷമാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ മിക്കുള്ള ട്രെയിനുകളും നിർത്തി തുടങ്ങിയത്. ഇവിടെ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്, അത്ഭുത പ്രവർത്തകയായ കൊരട്ടിമുത്തിയുടെ ദേവാലയത്തിലേക്ക് ഇവിടെ ഇറങ്ങുക എന്നുള്ള ബോർഡൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ പാസഞ്ചർ ട്രെയിനുകൾ വളരെ ചുരുക്കമായിട്ടുള്ള പാസഞ്ചർ ട്രെയിനുകൾ മാത്രമേ നിർത്തുകയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇറങ്ങി വരുവാനായിട്ട് നമ്മളെ പള്ളിയിൽ പോകാനായിട്ട് കൊരട്ടിമുത്തിയുടെ പള്ളിയിൽ പോകാനായിട്ട് നമ്മൾ അങ്കമാലിയിൽ ഇറങ്ങുകയോ അല്ലെങ്കിൽ ചാലക്കുടിയിൽ ഇറങ്ങിയിട്ട് ഒരു 6 കിലോമീറ്റർ ബാക്കിലോട്ട് വരികയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൊരട്ടിമുത്തിയുടെ പള്ളിയിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പം ഇവിടെ നിർത്തുന്ന കുറച്ച് പാസഞ്ചർ ട്രെയിനുകൾ മാത്രമേ ഉള്ളൂ, തുച്ഛമായിട്ടുള്ള പാസഞ്ചർ ട്രെയിൻ മാത്രമേ ഉള്ളൂ. അത്ര വലിയൊരു റെയിൽവേ സ്റ്റേഷനൊന്നും അല്ല, ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ തന്നെ കണ്ടു, അവിടെ വലിയ ആൾക്കൂട്ടവും ബഹളങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഇവിടെ നിർത്തുന്ന ട്രെയിനുകളുടെ വിവരങ്ങൾ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. 1-2 പാസഞ്ചർ, കുറച്ച് വളരെ തുച്ഛമായ 5-10 പാസഞ്ചർ ട്രെയിനുകൾ മാത്രമാണ് അവിടെ നിർത്തുന്നത്. അപ്പം കൊരട്ടിപ്പള്ളിയിൽ പോകാനുള്ളവർക്ക് നമുക്ക് പാസഞ്ചർ ട്രെയിനിൽ വരികയാണെങ്കിൽ നമുക്ക് കൊരട്ടിയങ്ങാടിയിൽ ഇറങ്ങാം, അല്ലെന്നുണ്ടെങ്കിൽ ചാലക്കുടിയിൽ ഇറങ്ങാം. ചാലക്കുടി ഇറങ്ങി ബാക്കിലോട്ട് വരാം, അങ്കമാലിയിൽ ഇറങ്ങാം. നമ്മളിവിടെ എറണാകുളത്ത് നിന്ന് പോകുന്നവരാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബസ് റൂട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്കമാലി കഴിഞ്ഞ് ചാലക്കുടി എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് കൊരട്ടി ജംഗ്ഷനുണ്ട്. നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് ഒരു 100 മീറ്റർ പടിഞ്ഞാറ് നടന്നു കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മളെ കൊരട്ടിപ്പള്ളിയിൽ എത്താൻ പറ്റും. അപ്പം ഇതാണ് കൊരട്ടിയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളിന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചത്. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. പുതിയ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ കൊരട്ടിമുത്തിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. പുതിയൊരു വിശേഷം എത്തുന്നവരേക്കും എല്ലാവർക്കും ബൈ.